ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാൻ അൽമാട്ടിയിലെ ഷിംബുലാക്ക് എന്ന സ്ഥലത്താണ്. ഈ ഷിംബുലാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കേബിൾ കാറിലാണ് വന്നത്. ഫുള്ള് മഞ്ഞ് മൂടിയിട്ട്, മാലയിൽ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടു. എന്ത് തണുപ്പ് പറഞ്ഞെങ്കിൽ സഹിക്കുന്നില്ല, കയ്യിലിങ്ങനെ വറക്കുന്നു. ഗൈസ്, അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഷിംബുലാക്കിലേക്ക് പോകുന്ന ക്യൂ ആണ് നിങ്ങൾ കാണുന്നുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് കേബിൾ റൈഡ് ഷിംബുലാക്കിലെ കേബിൾ കാർ റൈഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് കേബിൾ റൈഡ്. ആ കേബിൾ റൈഡ് അങ്ങോട്ട് മരൻ്റെ മീത്തേക്ക് ഇങ്ങനെ പോകും ഗൈസ്. നമ്മളിപ്പോൾ കേബിൾ കാറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലാർജസ്റ്റ് കേബിൾ കാർ ഇൻ സെൻട്രൽ ഏഷ്യ ഗൈസ്. അപ്പോൾ നമ്മൾ കേബിൾ കാറിലിങ്ങനെ പോകുന്നുള്ളത്. മലേനെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് കാണുന്ന എന്ത് പാങ്ങുണ്ട് നോക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തി. ടോട്ടല് ഇത് 3 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ കേബിൾ കാറെല്ലാം പോകുന്നുണ്ട് ഗൈസ്. എന്തോ ചെറിയ റിസോർട്ട് പോലെ ഒന്നുണ്ട് ഇവിടെ. വന്നാടുന്നാണ് അവിടുന്ന് ഇപ്പോൾ ആടക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം മഞ്ഞല്ല. അവിടെ മഞ്ഞില്ലാത്തതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ സൂര്യൻ ഡയറക്റ്റ് അവിടെ പ്രകാശിക്കുന്നത് കൊണ്ടാണ് അവിടെ എന്താ മഞ്ഞ് ഉരുക്കിയിട്ട് ഉള്ളത്. അങ്ങനെ നമ്മൾ 2ാമത്തെ സ്റ്റോപ്പിലേക്ക് എത്തി. ഭയങ്കര തണുപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ അടിക്കുന്നു, കാറ്റൊക്കെ എന്നെ അടിക്കുന്നത് ഗൈസ്. അപ്പോൾ ദിസ് ഈസ് ദ വ്യൂ ഓഫ് മൈ റൈറ്റ് സൈഡ്. തണുപ്പ് പറഞ്ഞെങ്കിൽ യാ റഹ്മാനേ, എന്ത് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ക്ലൈമറ്റ് പറഞ്ഞെങ്കിൽ തണുപ്പ് ഇങ്ങനെ അടിക്കുക. ആ വ്യൂ നോക്കണല്ലോ, സൂര്യപ്രകാശം, സൂര്യനിങ്ങനെ ആ മൽക്കടിക്കുമ്പോൾ ആ വ്യൂ നോക്കണല്ലോ ഗൈസ്. ഭ്രാന്തൻ ലൈഫിലാദ്യമായിട്ട് ഗൈസ് ഇങ്ങനത്തെ മഞ്ഞിൻ്റെ മീത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇവിടെ ആൾക്കാർ ഹൈക്കിങ് ഇത്ര തണുപ്പില് മഞ്ഞുമൽ ബോയ്സ് ആയാടെ മഞ്ഞുമൽ ബോയ്സിനെ പോലെ ഹൈക്കിങ് ചെയ്യുന്നുണ്ടല്ലേ ഗൈസ്. നമുക്ക് ആൾക്കാരെല്ലാം ഇങ്ങനെ ഉറുമ്പുകളെ പോലെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കസാക്കിസ്ഥാനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഷിംബുലാക്ക് എന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് വിസിറ്റ് ആക്കണോ. മസ്റ്റ് പറഞ്ഞെങ്കിൽ വന്നിട്ട് ഒരു വർത്തുള്ളൊരു സ്ഥലമാണിത്.